ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈമറിനെ പറ്റിയാണ്. നമുക്ക് ടൈമേഴ്സ് എന്തൊക്കെയാണ്, എന്താണ് ടൈമറുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്, എങ്ങനെയാണ് നമ്മൾ ടൈമറുകൾ സെറ്റ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ എന്താണ് ഈ ടൈമറുകൾ? ടൈമറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. നമുക്കിപ്പം ഓൺ ഡിലേ ഉണ്ട്, ഓഫ് ഡിലേ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ, സിമെട്രിക്കൽ, സിങ്കണസ്, അസിങ്കണസ്, അങ്ങനെ പല ഫങ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ്, നമ്മൾ എന്ത് ഫങ്ഷനാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചും പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടൈമിനനുസരിച്ചിട്ടും അതിൻ്റെ ഈ റിലേയുടെ, അല്ലെങ്കിൽ ടൈമർ എന്ന് പറയുന്നത് റിലേ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ ടൈമർ റിലേയുടെ ഔട്ട്പുട്ട് കോണ്ടാക്റ്റുകൾ ക്ലോസ് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് നമുക്കൊരു ലോജിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ കണക്ക് ടൈമറുകൾ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ടൈമറിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. മെഷീൻ കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിപ്പോൾ ഒരു മെഷീനോ അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ മെഷീനുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനിൽ, നമുക്കൊരു പ്രോസസ് ഓട്ടോമേഷനിൽ നമുക്ക് ഒരു ലോജിക്ക്, അപ്പോൾ ഇന്നത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്, അങ്ങനെ, അല്ലെങ്കിൽ ഇന്നത് കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇന്നത് എന്നുള്ള രീതിയിലുള്ള ലോജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈമറുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലൈറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആക്സസ്, ഷട്ടർ, ഗേറ്റ് ഇവയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നമ്മളൊരു വാട്ടർ പമ്പിങ് ഇറിഗേഷൻ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്ടർ പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈംഡ് വാട്ടർ പമ്പിങ് എല്ലാ ദിവസവും ഇത്ര മണിക്ക് തൊട്ട് ഇത്ര മണി വരെ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റിന് ശേഷം നമ്മുടെ ആ പമ്പ് ഓഫ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ലോജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ഒരു ബിൽഡിംഗ് ഓട്ടോമേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു HVAC കൺട്രോളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ HVACൻ്റെ ഫാൻ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ചില്ലർ വാട്ടർ കൺട്രോൾ ചെയ്യാനോ, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് മിനി ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഫംഗ്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഈ സെറ്റ് ചെയ്യാവുന്ന നമുക്ക് പല രീതിയിൽ നമുക്ക് ടൈമറുകളെ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ടൈമറുകളെ എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൗണ്ടിങ് ടൈപ്പ് അനുസരിച്ചിട്ട്. അപ്പോൾ മൗണ്ടിങ് ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഡിൻ റെയിൽ മൗണ്ടബിൾ ആയിട്ടുള്ള റിലീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലഗ് ഇൻ ആയിട്ടുള്ള ടൈമർ റിലീസ് ഉണ്ട്, അതുപോലെ തന്നെ പാനൽ മൗണ്ടിങ് ആയിട്ടുള്ള ടൈമർ റിലീസും ഉണ്ട്. ഇപ്പോൾ ഡിൻ റെയിൽ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഡിൻ ചാനലിലേക്ക് നമ്മുടെ ടൈമർ മൗണ്ട് ചെയ്യുന്ന ടൈപ്പ്, ഇതിനെയാണ് നമ്മൾ ഡിൻ റെയിൽ മൗണ്ടിങ് എന്ന് പറയുന്നത്. പ്ലഗ് ഇൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ബേസ് ഉണ്ട്, ഒരു പ്ലഗ് ഇൻ ബേസ് ഉണ്ട്. ആ പ്ലഗ് ഇൻ ബേസ് ചെയ്ത് എഗെയിൻ നമുക്ക് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിൻ റെയിലേക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലഗ് ഇൻ ബേസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പാനലിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ് ആയിരിക്കും. അപ്പോൾ ആ ബേസിലേക്ക് നമ്മൾ നമ്മുടെ ഈ ടൈമർ റിലേ ഇറക്കി വെക്കുവാണ്, അതിനകത്തേക്ക് പ്ലഗ് ഇൻ ചെയ്ത് വെക്കുന്ന ടൈപ്പ്. ആ രീതിയിലുള്ള പ്ലഗ് ഇൻ റിലേ ടൈമേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പിന്നെ പാനൽ മൗണ്ടിങ്, അതായത് ഇപ്പം നമ്മുടെ ഒരു പാനൽ എൻ്റെ ഫ്രണ്ട് ഡോറിൽ നമുക്ക് ഒരു കട്ടൗട്ട് ഇട്ടിട്ട് നമുക്ക് അതവിടെ പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, അതേ രീതിയിൽ ഒരു പാനലിൻ്റെ ഫ്രണ്ട് ഡോറിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡോർ മൗണ്ടിങ് ആയിട്ടുള്ള രീതിയിലുള്ള ടൈമർ റിലേസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെർമിനൽ കണക്ഷൻ എങ്ങനെയാണെന്നുള്ള എന്നെ ഉദ്ദേശിച്ചു. നമുക്ക് സ്ക്രൂ ടൈപ്പ് ടെർമിനലും ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രിംഗ് ടൈപ്പ് ടെർമിനലും വരുന്നുണ്ട്. സ്ക്രൂ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളിപ്പം പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സ്ക്രൂ ടൈപ്പ് ടെർമിനലാണ്. അതായത് നമ്മൾ കണക്ഷൻ എന്താണ് ചെയ്യുന്നത്, നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വയറ് ലീഡ് ഉള്ളിലേക്ക് കടത്തിയിട്ട് നമ്മൾ ആ സ്ക്രൂ ചെയ്തിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്പ്രിംഗ് ലോഡഡ് ആയിട്ടുള്ളതുകൊണ്ട് ഇത് കുറച്ചും കൂടെ താരതമ്യേന എളുപ്പമാണ്. അതായത് നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ ആ സ്പ്രിങ്ങിനെ ഒന്ന് ഡിസെൻഗേജ് ചെയ്തിട്ട് നമ്മൾ ആ കണക്ഷൻ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നതോടെ ഈ കണക്ഷൻ അവിടെ ഫേം ആയിട്ട് നിൽക്കും. അപ്പം ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്യണം, അതായത് കണക്ട് ചെയ്യാനായിട്ട് സ്ക്രൂ ചെയ്യണം, അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി അൺസ്ക്രൂ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഒരു ചെറുതായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യുകയോ ഡിസ്കണക്ട് ചെയ്യുകയോ ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ലോഡർ ടൈപ്പ് ആയിട്ട് വരുന്ന ടെർമിനൽസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഔട്ട്പുട്ടാണ്. നമുക്ക് റിലേ ഔട്ട്പുട്ട് ഉണ്ട്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഉണ്ട്. എന്താണ് നമുക്ക് റിലേ ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം, നമുക്ക് എന്താണ് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ റിലേ ടൈപ്പാണ് വരുന്നത്. ഒരു സോളിനോയിഡ് ഉണ്ട് അല്ലേ, ആ സോളിനോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു മെക്കാനിക്കൽ പ്ലഞ്ചർ ഉണ്ട്, അതുപോലെ നമ്മുടെ കോണ്ടാക്ട്സ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് ഇതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ കോയിലിലേക്ക് നമ്മൾ ഈ സപ്ലൈ കൊടുക്കുമ്പോഴത്തേന് കോയിൽ എനർജൈസ് ചെയ്യും. കോയിൽ എനർജൈസ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് ആ മെക്കാനിക്കൽ പ്ലഞ്ചറിനെ അതിലേക്ക് വലിച്ചടിപ്പിക്കും. അപ്പോൾ മെക്കാനിക്കൽ പ്ലഞ്ചർ ഓൾറെഡി മെക്കാനിക്കലി നമ്മുടെ ഈ ചേഞ്ച് ഓവർ കോണ്ടാക്ട്സിലേക്ക് അല്ലേ, ഇതിനെയാണ് നമ്മൾ ചേഞ്ച് ഓവർ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഓവർ കോണ്ടാക്ട്സിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ നമ്മുടെ കോയിലിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ട്സ് ചേഞ്ച് ഓവർ ആവും.
അപ്പോൾ ഈ കോണ്ടാക്ട്സിൻ്റെ ചേഞ്ച് ഓവർ അപ്പോൾ NO NC നമ്മൾ പറഞ്ഞിട്ടുണ്ട്. NC എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ക്ലോസ്ഡ്. അതായത് ഇപ്പം നമ്മൾ എനർജൈസ് ആകാത്ത സമയത്ത് എന്താ പറ്റുന്നത്? അത് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. അത് എനർജൈസ് ആകുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് ഓൺ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ആവും. അതായത് നോർമലി ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് ഓപ്പൺ ആവും, നോർമലി ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ക്ലോസ് ആവും. അപ്പം നോർമലി ക്ലോസ്ഡ് ഒരു സിമ്പിളാണ് ഈ NC എന്ന് പറഞ്ഞു വരുന്നത്. അത് കണക്ക് നോർമലി ഓപ്പൺ, അതായത് നോർമലി ഓപ്പൺ ആണ്, റിലേ എനർജൈസ് ആയി, അതായത് ഔട്ട്പുട്ട് ഓൺ ആവുമ്പോഴത്തേക്ക് അത് ക്ലോസ് ആവും. അതായത് ഔട്ട്പുട്ട് ഓഫ് ആയിരിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആണ്, ഔട്ട്പുട്ട് ഓൺ ആവുമ്പോഴത്തേക്ക് അത് ക്ലോസ് ആവും. മറ്റേത് നേരെ തിരിച്ചു. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഔട്ട്പുട്ടുകളാണ്. ഇപ്പം നമ്മളിവിടെ നോക്കിയപ്പോൾ ഇവിടെ നമുക്കൊരു ഇലക്ട്രോ മെക്കാനിക്കലാണ് അല്ലേ, ഇലക്ട്രിക്കലും ഉണ്ട്. നമ്മളിവിടെ ഈ സോളിനോയിഡിന് നമ്മൾ ഇലക്ട്രിക്കലി, അതായത് നമ്മൾ ഒരു സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് അത് സോളിനോയിഡ് എനർജൈസ് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ ഓപ്പറേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഓപ്പറേഷൻ ആണ് നടക്കുന്നത് അല്ലേ, ഒരു മൂവ്മെന്റിലൂടെയാണ് നടക്കുന്നത്. അതേസമയത്ത് സോളിഡ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ട്രാൻസിസ്റ്റർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു LED, അതായത് ഒപ്റ്റിക്കലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് ഒപ്റ്റിക്കലി ഐസൊലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ കണക്ഷൻ ഒന്നുമില്ല. എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേ എനർജൈസ് ആകുമ്പോഴത്തേക്ക്, അതായത് ഓൺ ആകുമ്പോഴത്തേക്ക്, ഔട്ട്പുട്ട് ഓൺ ആകുമ്പോഴത്തേക്ക് ഈ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഒരു LED നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ LED ഗ്ലോ ചെയ്യും. അപ്പോൾ ആ LED പ്രകാശം കൊണ്ടിട്ടാണ് ഈ പറഞ്ഞ ഒപ്റ്റിക്കലി, ഇവിടെ ഒരു ട്രയാക്ക് ആണ്, ഒപ്റ്റിക്കൽ ട്രയാക്ക് ആണുള്ളത്. അപ്പോൾ ഒപ്റ്റിക്കലി എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകാശം കൊണ്ട് ഈ ട്രയാക്ക് ഓൺ ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ കണക്ഷൻ ഇത് തമ്മിലുണ്ടോ? ഒപ്റ്റിക്കൽ കണക്ഷൻ ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഇതൊരു ടൈപ്പാണ്. അത് കണക്ക് ട്രാൻസിസ്റ്റേഴ്സ് വരുന്നുണ്ട്, ട്രാൻസിസ്റ്റർ ഔട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂവിങ് പാർട്സ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ലൈഫ് എന്ന് പറയുന്നത് കൂടുതലാണ്. ഇവിടെ വേറെ ടയറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് ഇപ്പോൾ ഔട്ട്പുട്ടിനെ വെച്ചിട്ട് നമുക്ക് റിലേ ഔട്ട്പുട്ടുകളും ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഔട്ട്പുട്ടും ഉണ്ട്. അടുത്ത നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്വിച്ച് ഗിയർ പറഞ്ഞത് കണക്ക് നമുക്ക് കുറച്ച് ടൈംസ് നോക്കാം. എന്താണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ബ്രേക്കിംഗ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ടൈമറിലൂടെ കടന്നു പോകുന്ന ഒരു കറണ്ട് ഉണ്ട്. അതിൻ്റെ ആ കറണ്ട്, എന്തുമാത്രം കറണ്ടിനെ അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രേക്കിംഗ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം കറണ്ടിനെ സേഫ് ആയിട്ട് അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ ഡിപ്പെൻഡ് എന്നതാണ് നമ്മുടെ ഈ ബ്രേക്കിംഗ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മെക്കാനിക്കൽ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ലൈഫ് സൈക്കിളിൽ എന്തുമാത്രം ടൈം നമുക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മെക്കാനിക്കൽ ഡ്യൂറബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് മെക്കാനിക്കൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ഓഫ് ദ കോണ്ടാക്ട് ഓർ കോണ്ടാക്ട്സ്. മിനിമം സ്വിച്ചിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം എന്തുമാത്രം കറണ്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കും. ഏറ്റവും മിനിമം കറണ്ട് എത്രയാണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത്, അതായത് ഓൺ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഏറ്റവും മിനിമം കറണ്ടിനെയാണ് മിനിമം സ്വിച്ചിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് അത്രയാണ് ഏറ്റവും മിനിമം, അത്രയും കറണ്ട് അതിന് തരാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമുക്ക് X1, X2 അല്ലെങ്കിൽ Y1 അല്ലെങ്കിൽ ഗേറ്റ് കൺട്രോൾ ഇൻപുട്ട് എന്ന് പറയും. അതായത് ഈ ഗേറ്റ് കൺട്രോൾ ഇൻപുട്ട് കൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കറിയാം ടൈമറിൽ നമ്മളൊരു ടൈം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കോയിൽ എനർജൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടൈമർ സ്റ്റാർട്ട് ആവും അല്ലേ, അതിൻ്റെ ടൈം കൗണ്ട് ചെയ്ത് തുടങ്ങും. ഇപ്പം നമുക്ക് ഉദാഹരണം ഒരു 10 സെക്കൻഡാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചോ, ഒരു 10 സെക്കൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോയിലേക്ക് സപ്ലൈ കിട്ടുമ്പോഴത്തേക്ക് ടൈമർ 1, 2 എന്ന് പറഞ്ഞിട്ട് എണ്ണാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ടൈമർ ഒന്ന് പോസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റീസെറ്റ് ചെയ്യുമല്ല. ഇപ്പം നമ്മളിപ്പോൾ റീസെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഒരു 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ റീസെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ഒന്നോട്ട് എണ്ണിക്കുക എന്നുള്ളതാണ്. അതായത് വീണ്ടും കൗണ്ടിങ് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ റീസെറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അതിനൊന്ന് പോസ് ചെയ്ത് വെക്കും. അപ്പം 5 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു പോസ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗേറ്റ് കൺട്രോളിൽ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പോസ് ആവും, 5 സെക്കൻഡിൽ പോസ് ആവും. അതിനുശേഷം നമ്മൾ എപ്പോഴാണോ ഈ ഗേറ്റ് കൺട്രോൾ ഇൻപുട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അപ്പോൾ അത് എവിടെയാണോ അത് സ്റ്റോപ്പ് ആയത്, ഇപ്പോൾ 5 സെക്കൻഡാണ് സ്റ്റോപ്പ് ചെയ്തതെങ്കിൽ അത് വീണ്ടും അത് 6, 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങും. അപ്പം ചിലപ്പോൾ നമുക്ക് അതിനെ ടൈമറിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് കൺട്രോൾ ഇൻപുട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിൻ്റെ എന്തൊക്കെ വോൾട്ടേജ്, സപ്ലൈ വോൾട്ടേജ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. നമുക്ക് 12 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് DC സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ 24 വോൾട്ട്, 120 വോൾട്ട് അല്ലെങ്കിൽ 230 വോൾട്ട് AC സപ്ലൈ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇൻപുട്ട് എന്ന് പറയും, അതായത് 24 to 240 വോൾട്ട് ACയോ അല്ലെങ്കിൽ DCയോ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് യൂണിവേഴ്സലി നമുക്ക് ഏത് സപ്ലൈ വോൾട്ടേജ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള യൂണിവേഴ്സൽ സപ്ലൈ വോൾട്ടേജ് ആയിട്ടുള്ള ടൈമറുകൾ വഴി അവൈലബിൾ ആണ്.
അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഓഫ് കോൺടാക്റ്റ്. അപ്പം നമുക്ക് 2 ചേഞ്ച് ഓവർ കോൺടാക്റ്റ് ഉള്ള ടൈമറുകൾ അവൈലബിൾ ആണ്, 4 ചേഞ്ച് ഓവർ കോൺടാക്റ്റ് ഉള്ള ടൈമറുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ടൈമറുകൾ അവൈലബിൾ ആണ്. പിന്നെ ടൈം റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 0.1 സെക്കൻഡ് തൊട്ട് 999 മണിക്കൂർ വരെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ടൈമറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളിപ്പോൾ ഒരു ടൈമർ, നമ്മളിപ്പോൾ നേരത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈമറിനെ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതായത് ഇപ്പോൾ ടൈമറുകൾ നമുക്ക് പല ഇതിലുണ്ട്. നമ്മൾ ഓൺ ഡിലേ, ഓഫ് ഡിലേ എന്ന് പറഞ്ഞ സിംഗിൾ ഫംഗ്ഷൻ ആയിട്ടുള്ള ടൈമറുകളുണ്ട്. അതായത് ഒന്നുകിൽ ഓൺ ഡിലേ, അല്ലെങ്കിൽ ഓഫ് ഡിലേ, അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ, അങ്ങനെ സിംഗിൾ ഫംഗ്ഷൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സിംഗിൾ ഫംഗ്ഷൻ ടൈമറുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ ടൈമറുകളും ഉണ്ട്. അതായത് ഒന്നിലധികം ഫംഗ്ഷൻസ്, അതിന് ഓൺ ഡിലേ ആയിട്ടും ഓഫ് ഡിലേ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ ആയിട്ടോ അങ്ങനെ മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈമറുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു മൾട്ടി ഫംഗ്ഷൻ ടൈമർ നമ്മൾ സ്റ്റഡി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ടൈമറുകൾ പഠിക്കാനായിട്ട് താരതമ്യേന എളുപ്പമാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മൾട്ടി ഫംഗ്ഷൻ ടൈമറിനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഷ്നൈഡർ ഇലക്ട്രിക്കിൻ്റെ RE22 R2MMW എന്ന് പറഞ്ഞിട്ടൊരു മൾട്ടി ഫംഗ്ഷൻ ടൈമറാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫംഗ്ഷൻ ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ആദ്യം കാണുന്നത് എന്താണ്? നമ്മുടെ ടൈം റേഞ്ച് ആണ് നമ്മൾ കാണുന്നത് അല്ലേ. നമുക്ക് പറഞ്ഞ കണക്ക് 0.1 സെക്കൻഡ് തൊട്ട് 100 hours വരെ, അത് 0.1 തൊട്ട് 1 സെക്കൻഡ് വരെ, അല്ലെങ്കിൽ 1 to 10 സെക്കൻഡ് വരെ, 6 തൊട്ട് 60 സെക്കൻഡ് വരെ, 1 to 10 മിനിറ്റ് വരെ, 6 to 60 മിനിറ്റ് വരെ, 1 to 10 hours വരെ, 10 to 100 hours വരെ, അങ്ങനെ പല ടൈം റേഞ്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഡയൽ നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈം ഡിലേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതെങ്ങനെയാണ് നമ്മൾ ടൈം ഡിലേ സെറ്റ് ചെയ്യുന്നത് നമുക്ക് താഴെ സ്ലൈഡുകളിലേക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മൾട്ടി ഫംഗ്ഷൻ ടൈമർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പല ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഓരോ ഫംഗ്ഷനാണ് നമ്മൾ ഈ പറഞ്ഞ ABCH DI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ സെലക്ഷൻ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേ ഔട്ട്പുട്ടിൻ്റെ കോൺഫിഗറേഷൻ ആണ്. നമുക്കിവിടെ 2 റിലേ ആണ് ഉള്ളത്. അതായത് R1 R2 എന്ന് പറഞ്ഞിട്ട് 2 റിലേ ആണുള്ളത്. അപ്പോൾ നമുക്കിവിടെ R2 എന്ന് പറഞ്ഞൊരു റിലേ നമുക്ക് ഏത് ടൈംഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. അതായത് 2 റിലേകളിൽ ഈ രണ്ടാമത്തെ റിലേനെ നമുക്ക് ടൈംഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടോ അതെന്താണെന്ന് നമുക്ക് ഇനി വരുന്ന സ്ലൈഡിൽ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് 3 LED ഇൻഡിക്കേഷൻസ് അവൈലബിൾ ആണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ഇൻഡിക്കേഷൻ ആണ്. UN എന്ന് പറയുന്നത് പവർ ഓൺ ഇൻഡിക്കേഷൻ ആണ്. പിന്നെ 2 റിലേയുടെയും സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി നമുക്ക് R1 R2 എന്ന് പറഞ്ഞിട്ട് 2 റിലേ ഔട്ടുകൾ കൂടി നമുക്ക് അവൈലബിൾ, 2 LED ഇൻഡിക്കേഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേയുടെ പാരാമീറ്റേഴ്സ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടൈം നേരത്തെ പറഞ്ഞ കണക്ക് 0.1 തൊട്ട് 100 hours വരെയുണ്ട്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് നമുക്ക് 24 വോൾട്ട് തൊട്ട് 240 വോൾട്ട് AC നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ DC നമുക്ക് 24 വോൾട്ട് DC നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ കിട്ടുന്ന ഔട്ട്പുട്ടിൽ നമുക്ക് മാക്സിമം 8 amps, 250 വോൾട്ട് നമുക്ക് 8 amps നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ നമ്മളിവിടെ എന്താണ് AC 15 1 amps 250 വോൾട്ട്, DC 13 1 amps 24 വോൾട്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ യൂട്ടിലൈസേഷൻ കാറ്റഗറിയെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ലോഡിന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ യൂട്ടിലൈസേഷൻ കാറ്റഗറി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ AC 15 അല്ല AC 14 AC 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ചിങ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോഡ്സിനെയാണ് നമ്മൾ AC 15 അല്ലെങ്കിൽ AC 14 എന്ന് പറയുന്നത്. അതായത് AC 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 VA വരെ ഉള്ളതിനെ സ്വിച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ AC 14 കാറ്റഗറി എന്ന് പറയുന്നത്. 72 VAയുടെ മേളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതിനാണ് നമ്മൾ AC 15 കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഈ ടൈമർ നമ്മൾ എപ്പോഴും ഒരു കോൺടാക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും യൂഷ്വലി യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ ടൈമറിൻ്റെ ടൈമിംഗ് കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺടാക്ടർ ആയിരിക്കും നമ്മുടെ ലോഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കോൺടാക്ടറിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടൈമർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ടൈമറിൻ്റെ ഔട്ട് അനുസരിച്ചിട്ടായിരിക്കും കോൺടാക്ടർ ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു ടൈമർ കോൺടാക്ടറിൻ്റെ കോയിലിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡിവൈസ് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ലോഡ് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്, ആ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് ഇത് മെൻ ചെയ്തിട്ടുള്ളതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ AC പോലെ തന്നെ DC 13 എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ചിങ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോഡ്സ്, അതായത് DC ഇലക്ട്രോ മാഗ്നറ്റിക് ലോഡ്സിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ യൂട്ടിലൈസേഷൻ കാറ്റഗറിയാണ് DC 13 എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ അടുത്ത കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫംഗ്ഷൻ ഡയഗ്രമാണ്. ഇത് നമ്മൾ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം നമുക്കത് മൈൻഡ് ചെയ്യേണ്ട. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൻ്റെ കൺട്രോൾ ഡയഗ്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ടെർമിനൽസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം A1 A2 ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ A1 A2 ആണ് നമ്മുടെ ടൈമറിൻ്റെ കോയിൽ സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ A1 അതുപോലെ തന്നെ A2. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടൈമറിൻ്റെ
കോയിൽ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അതായത് A1-ലും A2-ലുമാണ് നമ്മൾ ടൈമറിൻ്റെ കോയിൽ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് Y1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ഗേറ്റ് പൾസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊന്ന് പോസ് ചെയ്യണം, ടൈമറിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം, പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ ഒരു ഗേറ്റ് പൾസ് കൊടുക്കാനായിട്ട് ഒരു Y1 അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് 2 റിലേകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, R1 എന്ന് പറഞ്ഞിട്ടും R2 എന്ന് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ R1-ന്റെ 15 ആണ് കോമൺ, അതായത് 15 ആണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ NC വരുന്നത് 16 വരും, NC 18 എന്ന് പറയുന്നത് NO ആണ്. അപ്പോൾ 16 NC 18 NO. അപ്പോൾ 15, 16, 18 ആണ് എന്ത് നമ്മുടെ ഫസ്റ്റ് റിലേയുടെ കോണ്ടാക്ട്സ്. ഇനി നമ്മൾ രണ്ടാമത്തെ റിലേ R2 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റന്റേനിയസ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻസ്റ്റന്റേനിയസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടൈംഡ് കോണ്ടാക്റ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന് രണ്ടിനു വേണ്ടിയും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് R2, അതുകൊണ്ടാണ് നമുക്ക് അവിടെ 2 നമ്പർ സീക്വൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ 21, 22, 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 കോമൺ ആണ്, 22 NC ആണ്, 24 NO ആണ്. ഇത് നമ്മുടെ ടൈംഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കൺട്രോൾ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുവാണ്, അപ്പോൾ അവിടെ നമ്മൾ ഈ റിലേ ഉപയോഗിച്ചിരിക്കുന്ന ടൈംഡ് ആയിട്ടാണോ അതോ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 നമ്പർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 21, 22, 24 ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ടൈംഡ് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ല 25, 26, 28 ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 നമ്പറിംഗ് സിസ്റ്റം അവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, 6 mm എങ്കിലും നമ്മുടെ ആ ലീഡ്, അതായത് നമ്മൾ വയറ് സ്ലീവ് ചെയ്തതിന് ശേഷം 6 mm എങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്യണം, അകത്തേക്ക് കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം കാണാം, നൊട്ടേഷനിൽ ഒരു ചെറിയ വ്യത്യാസം കാണാം അല്ലേ, ആ സിമ്പിളിൽ ഒരു ചെറിയ വ്യത്യാസം കാണാം. ഇത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ലഗ്, നമ്മൾ കേബിൾ ലഗ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കേബിൾ ലെഗ് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് 2 നമ്പേഴ്സ്, 2 നമ്പർ 0.5 തൊട്ട് 1.5 mm² വരെയുള്ള 2 വയർ നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് 0.5 ടു 1.5 mm² വരെയുള്ള 2 വയർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കേബിൾ ലെഗ് ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ 0.5 തൊട്ട് 2.5 mm² വരെയുള്ള 2 വയർ നമുക്ക് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണക്റ്റിംഗ് ടോർക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രൂ ടോർക്കും കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മിക്കവാറും കേട്ടിട്ടുണ്ടാവും ഈ നമുക്ക് ഓരോ കണക്ഷനും എന്തുമാത്രം ടൈറ്റ് ആകണം എന്നുള്ളതിനെ ആണ് നമ്മൾ ഈ ടോർക്ക് ലിമിറ്റിംഗ് സ്ക്രൂ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവർ ടൈറ്റ് ആവാൻ പാടില്ല, അതേ സമയത്ത് ലൂസായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ടോർക്ക് ലിമിറ്റിംഗ് ഈ സ്ക്രൂ ഡ്രൈവേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമുക്ക് എത്രയാണോ മാനുഫാക്ചർ പറയുന്നത് ആ ടോർക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഓവർ ടൈറ്റ് ആയി പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടോർക്ക് ലിമിറ്റിംഗ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നമുക്കിപ്പോൾ അവിടെ നമ്മുടെ അതിൻ്റെ കണ്ടു, എന്നാൽ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോണ്ടാക്ട്സ് ഉണ്ട് അല്ലേ, 2 ഔട്ട്പുട്ട് കോണ്ടാക്ട്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈംഡ് കോണ്ടാക്ട് ആണ്, അടുത്തത് നമുക്ക് ടൈംഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ടൈം ഡിലേ ടൈപ്പ്, അതിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പവർ ഓൺ ഡിലേ അല്ലെങ്കിൽ ഓൺ ഡിലേ ഓർ ഓഫ് ഡിലേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഇന്റർവൽ ടൈമറായിട്ട് യൂസ് ചെയ്യാം, ഓഫ് ഡിലേ ടൈമറായിട്ട് യൂസ് ചെയ്യാം, സിമെട്രിക്കൽ ഫ്ലാഷിംഗ് ടൈമറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ടൈം ഡിലേ റേഞ്ചസ് പറയുന്നുണ്ട്. 0.1 തൊട്ട് 100 hours വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ടൈപ്പ് നമുക്ക് റോട്ടറി നോബാണ്. റേറ്റഡ് സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 to 240 വോൾട്ട് AC അല്ലെങ്കിൽ DC നമുക്ക് കൊടുക്കാൻ പറ്റും. വോൾട്ടേജ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.85 എന്ന് വെച്ച് കഴിഞ്ഞാൽ 240യുടെ 0.85 തൊട്ട് 1.1 വരെ, അതായത് 1.110% വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സപ്ലൈ ഫ്രീക്വൻസി നമുക്കൊരു 50 ഹെർട്സിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. 50 to 60 ഹെർട്സ് ഫ്രീക്വൻസിയിൽ നമുക്കത് ഉപയോഗിക്കാം. അല്ല കണക്ഷൻ ടെർമിനൽസ് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ടെർമിനൽസ് 2 നമ്പർ 1.5 mm² വിത്ത് കേബിൾ എൻഡ്, അല്ലെങ്കിൽ 2.5 mm² 2 വയർ വിത്തൗട്ട് കേബിൾ എൻഡ് നമുക്കത് കണക്ട് ചെയ്യാം. അതിൽ ടൈറ്റനിയം ടോർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 0.6 തൊട്ട് 1 Nm വരെ നമുക്ക് ടൈറ്റനിയം ടോർക്ക്. പിന്നെ അത് എന്ത് ടൈപ്പ് ഹൗസിംഗ് മെറ്റീരിയലാണ്, പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, വോൾട്ടേജ് ഡ്രിഫ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ പൾസിൻ്റെ വിഡ്ത്ത് മിനിമം 30 millisecond ആണ്, ലോഡിഡ് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ 100 millisecond ആണ്. പിന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, റിക്കവറി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം റിലേ ഓണായി ഓഫായി അടുത്ത പ്രാവശ്യം ഓണായി അതൊന്ന് ഡി എനർജൈസ് ആയിട്ട് വരാനുള്ള ടൈമിനാണ് നമ്മൾ 120 millisecond ടൈമിലാണ് വരുന്നത്. അതുപോലെ ഒരു 10 millisecond ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് നമുക്ക് അഥവാ സപ്ലൈ ഒന്ന് വിട്ടുപോയാലും ശരി ടൈമറിനെ അത് അഫക്റ്റ് ചെയ്യത്തില്ല.
പിന്നെ പവർ കൺസംഷൻ പറയുന്നുണ്ട് 3 VA പവർ കൺസംഷൻ എ സിയിൽ പറയുന്നുണ്ട്. ഡി സിയിൽ 1.5 വാട്ട് അറ്റ് 240 വോൾട്ട് ഡി സിയിലാണ് പറയുന്നത്. അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി 2000 VA ആണ് അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി പറയുന്നത്. ഏറ്റവും മിനിമം സ്വിച്ചിങ് കറണ്ട് അതിന് തരാൻ പറ്റുന്നത് 10 മില്ലി ആംസ്, 5 വോൾട്ടിൽ 10 മില്ലി ആംസ് ആണ് അതിന് ഏറ്റവും മിനിമം സ്വിച്ചിങ് കറണ്ട് തരാൻ പറ്റുന്നത്. മാക്സിമം സ്വിച്ചിങ് എന്ന് പറയുന്നത് 250 വോൾട്ടിൽ 8 ആംസ് ആണ് അതിൻ്റെ മാക്സിമം കറണ്ട് അതിന് തരാൻ പറ്റുന്നത്. ഇലക്ട്രിക്കൽ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് 1,00,000 സൈക്കിളാണ് അല്ലേ. 8 ആംസ് 250 വോൾട്ടിൽ 1,00,000 സൈക്കിളിൽ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് 10,00,000 സൈക്കിളാണ്. അതുപോലെ മാക്സിമം അതിന് 5 kV വരെയുള്ള ഇമ്പൾസ് വോൾട്ടേജിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൺ ഡിലേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടി വി ഒക്കെ നമ്മളൊന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ടി വി ഓണായി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അത് കണക്ക് നമ്മുടെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ടൈമർ നമ്മളൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമർ ഒന്ന് ഓണായി വരാനായിട്ട് അതിനുശേഷമാണ് നമുക്ക് പ്രോഗ്രാമിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. അതാണ് 100 മില്ലി സെക്കൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സേഫ്റ്റി റിലയബിലിറ്റി ഡേറ്റ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളൊരു സേഫ്റ്റി ഡിവൈസും കൂടിയാണ് അല്ലേ, നമ്മളൊരു സേഫ്റ്റി കൺട്രോളിനും കൂടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാരണം ഇതൊരു സേഫ്റ്റി ഡിവൈസ് ആകുമ്പോഴത്തേനും ഇത് ഫെയിൽ ആവാൻ പാടില്ല അല്ലേ. അല്ലെങ്കിൽ എന്തുമാത്രം ഇത് ഫെയിൽ ആവും എന്നുള്ളത് മാനുഫാക്ചറർ ഒരു ഡിക്ലറേഷൻ തരുന്നുണ്ട്. അതിനെയാണ് അതാണ് ഈ B10Dയും MGTFD എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല, ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ B10T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവർ പറഞ്ഞ 2,30,000, അതായത് 2,30,000 ഒരു ബാച്ചിലെ, അതായത് 2,30,000 ടൈമറുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു 10% വേണമെന്നുണ്ടെങ്കിൽ മാൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കേടായി പോകാനോ അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ച രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാതെയോ മാൽ ഫംഗ്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 2.3 ലാഖിനിടയ്ക്ക് ഒരു 10%, ഒരു 230 അങ്ങനെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു ബാച്ചിൽ. MGTFD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, മീൻ ടൈം ടു ഫെയിലിയർ ഫോർ ഡേഞ്ചറസ് ഫെയിലിയേഴ്സ് എന്നാണ്. അതായത് എന്തുമാത്രം അത് സേഫ് ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യും, എത്ര കാലം അതിന് സേഫ് ആയിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യും. അതിനുശേഷം ചിലപ്പോൾ അതിൻ്റെ ടൈമറിൻ്റെ ഈ ടൈമിങ്ങിനകത്തോ വേറെ കാര്യങ്ങളിനകത്തൊക്കെ ചിലപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈമർ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ആകാതെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതാണ് MGTFD കൊണ്ട് പറയുന്നത്. ഇവിടെ പറയുന്നത് എത്രയാണ്, 251.1 വർഷം അത് വിത്തൗട്ട് എനി പ്രശ്നങ്ങളില്ലാണ്ട് അത് വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ മൗണ്ടിങ് സപ്പോർട്ട്, പിന്നെ സ്റ്റാറ്റസ് LED പറയുന്നുണ്ട്. അതായത് LED ഗ്രീൻ ആണ്, ഫ്ലാഷിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൈമറിൻ്റെ ടൈമിങ് കൗണ്ടിങ് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അർത്ഥം. LED ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ പവർ ഓൺ ആണ്, സ്റ്റഡി ആയിട്ട് ഗ്രീൻ ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ ഓൺ ആണ്. അതുപോലെ LED യെല്ലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഓൺ ആയി കഴിഞ്ഞു, അതായത് റിലേ എനർജൈസ് ആയി കഴിഞ്ഞു, ഔട്ട്പുട്ട് ഓൺ ആണെന്നാണ് അർത്ഥം. ഈ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞ കണക്ക് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയുന്നതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്കൊരു 10 മിനിറ്റിൽ താഴെയാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ കണക്ക് 2 ടൈം റേഞ്ച് സെറ്റ് ചെയ്യാം, ടൈം ഡിലേയും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണം നമുക്കൊരു 60 സെക്കൻഡാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 to 10 മിനിറ്റ്സ് അല്ല, 1 മിനിറ്റ് എന്ന് പറയുന്നതാണല്ലോ 60 സെക്കൻഡ്. അപ്പോൾ ഒരു 1 മിനിറ്റിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിനെ 1ലേക്ക് ആക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 0.1 to 1 സെക്കൻഡ്, 1 to 10 സെക്കൻഡ്, 6 to 60 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഡിജിറ്റ് ആണ് അതിൻ്റെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത്. അപ്പം 1 to 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ് അതിൻ്റെ ഏറ്റവും മിനിമം ഉള്ളത്. 1 into 1 അപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ്. പക്ഷേ ഇത് നമ്മൾ ഇതിനെ ഇങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ടത്, ഇത് തെറ്റായ രീതിയാണ്. അപ്പോൾ നമുക്ക് 60 സെക്കൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 to 60 സെക്കൻഡിലേക്ക് എടുക്കുക അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മിനിമം എത്രയാണ്, ഇതിടുമ്പോഴത്തേന് നമുക്ക് 6 into ഇവിടുത്തെയാണ് ടൈം ഡിലേ എന്ന് കൂടെ നോക്കുക. അപ്പോൾ നമുക്ക് 6 സെക്കൻഡ് ആണ് സെറ്റ് ചെയ്യേണ്ടെങ്കിൽ എന്താണ്, ഇത് 6 to 60 സെക്കൻഡിലേക്ക് നമ്മൾ റേഞ്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ നമ്മൾ 1 ആയിട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ 6 into 1 അതായത് 6 സെക്കൻഡ് അല്ലേ. 6 into 2 12 സെക്കൻഡ്, 6 into 3 18 സെക്കൻഡ്, 6 into 4 24 സെക്കൻഡ്, 6 into 5 6 30 30 സെക്കൻഡ്, അതുപോലെ 6 into 10 60 സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 60 സെക്കൻഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 to 10 റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളതിൻ്റെ മൾട്ടിപ്പിൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഇത് കിട്ടും. അതുപോലെ ഇപ്പോൾ നമുക്ക് 45 ആണെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്, 45 എന്ന് പറയുമ്പോൾ എത്രയാണ്, 7 എന്ന് പറയുന്നത് 42 വരുന്നുള്ളൂ, 8 എന്ന് പറയുമ്പോഴത്തേന് 48 വരും അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് 45 ആണ്. അപ്പോൾ 7-നും 8-നും ഇടയ്ക്കാണ് നമ്മൾ അതിൻ്റെ ടൈം ഡിലേയുടെ ഡയൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ 10 മിനിറ്റിൻ്റെ മേളിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 to 10 സെക്കൻഡ് ടൈം റേഞ്ച് നമ്മൾ 1 to 10 സെക്കൻഡിലേക്ക് സെറ്റ് ചെയ്യും. അതിനുശേഷം ടൈം ഡിലേ നമ്മൾ 7ലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്കിപ്പോൾ എത്രയായി, 7 into 1 അപ്പോൾ 7 സെക്കൻഡായി. ഇനി നമ്മൾ വീണ്ടും ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ 1 to 10 അവറിലേക്ക് കൊണ്ടുവരും.
അപ്പോൾ 7 ഇൻറ്റു 1 7 ഹവറായി. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ ആദ്യമേ തന്നെ ഇത് 1 to 10 ഹവറിലേക്ക് ആക്കിയിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമർ സെറ്റ് ആവില്ല. അപ്പോൾ ഓരോ മാനുഫാക്ചറിനും ഓരോ സീക്വൻസിലാണ് സെറ്റ് ചെയ്യുന്നതിനുള്ളൂ. ഇപ്പോൾ സ്നൈഡറിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ മാനുഫാക്ചറിൻ്റെ ഇപ്പോൾ ഏതാണ് നോക്കുന്നത് നമ്മളിവിടെ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ട് അതേ രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ റിലേ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 1 to 10 സെക്കൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ടൈം ഡിലേ 7ലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ അവറിലേക്ക് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7 ഹവറിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ഫംഗ്ഷൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടൈം സെറ്റ് ചെയ്യാനും പഠിച്ചു. ഇനി എങ്ങനെയാണ് ഓരോ ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ഡയൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ABCHDI AC BW എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡയൽ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിൽ കാണണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺട്രോൾ ഡയഗ്രാം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. യു എന്ന് പറയുന്ന സപ്ലൈ ആണ്, അതായത് നമ്മുടെ കോയിലിലേക്ക് കൊടുക്കുന്ന സപ്ലൈനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്. ആർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിലേയുടെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ടി എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ചെയ്തേക്കുന്ന ടൈം. അപ്പോൾ നമ്മുടെ ഒരു 10 സെക്കൻഡാണ് ടൈം സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 10 സെക്കൻഡ് അതിനെയാണ് നമ്മൾ ടൈമിങ്ങിനെയാണ് നമ്മൾ ടി എന്ന് പറയുക. ഈ 10 സെക്കൻഡിനാണ് നമ്മൾ ടി എന്ന് പറയുന്നത്. Y1 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണക്ക് നമുക്ക് ടൈമർ ഒന്ന് പോസ് ചെയ്യണം, അതായത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നതിനേക്കാളും പോസ് ചെയ്യണം, ഒന്ന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒന്ന് പോസ് ചെയ്യണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ Y കൺട്രോൾ ഔട്ട്പുട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫംഗ്ഷൻ ഡയഗ്രാം. നമ്മുടെ ബ്ലൂ ബ്ലോക്ക് ഇതാണ് റിലേ ഡി എനർജൈസ്ഡ് ആയിട്ടുള്ളത്. അത് സോളിഡ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ, സോളിഡ് ബ്ലൂ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ റിലേ എനർജൈസ് ആയി എന്നർത്ഥം. പിന്നെ നമ്മുടെ ഈ കോണ്ടാക്ട്സ് അത് നമുക്ക് ഈ പറഞ്ഞ കണക്കൊരു ബ്ലോക്ക് സോളിഡ് ബ്ലോക്ക് അല്ല, ഇങ്ങനെ ബ്ലോക്കാണ് വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് ഓപ്പൺ ആണ്. അത് നമുക്ക് സോളിഡ് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ക്ലോസ് ആണ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ പവർ ഓൺ ഡിലേ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടൈമിംഗ് സർക്യൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിലേക്കുള്ള സപ്ലൈ അല്ലേ, യു ആണ് നമ്മുടെ കോയിലേക്കുള്ള സപ്ലൈ. അപ്പം നമ്മൾ കോയിലേക്കുള്ള സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ടൈമർ ഓണായി. അപ്പോൾ ഈ ടൈമർ ഓൺ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടൈമിങ് കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ 10 സെക്കൻഡാണ് ചെയ്യുന്നതെങ്കിൽ അത് 10 സെക്കൻഡ് ഇത് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 10 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ റിലേയുടെ ഔട്ട്പുട്ട് R1 R2ൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അത് ഓൺ ആവും അല്ലേ. അതായത് അതുവരെ ഈ ഓൺ ഡിലേ ആണ് അല്ലേ, പവർ ഓൺ, അതായത് പവർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ടൈം ഡിലേ കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഓൺ ആവും. ഔട്ട്പുട്ട് ഓൺ ആകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യും. നോർമലി ക്ലോസ്ഡ് ഓപ്പൺ ആവും, ഓപ്പൺ ആയിരുന്നത് ക്ലോസ് ആവും. പിന്നെ എപ്പം നമ്മുടെ ഈ ടൈമറിലേക്കുള്ള കോയിലിലേക്കുള്ള സപ്ലൈ നമ്മൾ എപ്പോഴാണോ വിച്ഛേദിക്കുന്നത്, എപ്പോഴാണോ നമ്മൾ കട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടും ഓഫ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓൺ ഡിലേ ടൈമർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു സെക്കൻഡ് R2 വീണ്ടും കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, R2നെ നമുക്ക് രണ്ട് ടൈംഡ് ആയിട്ട് ഉപയോഗിക്കാം, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞല്ലേ. അപ്പം നേരത്തെ നമ്മൾ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അല്ല, ടൈംഡ് ആയിട്ടുള്ളതാണ്. ഇനി ഇതാണ് ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്. അതായത് എപ്പോഴാണോ നമ്മുടെ കോയിലേക്ക് സപ്ലൈ കൊടുക്കുന്നത് ടൈമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, എപ്പോൾ ഈ പറഞ്ഞൊക്കെ നമ്മുടെ ടൈമറിലേക്ക് കോയിൽ സപ്ലൈ കൊടുക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇൻസ്റ്റന്റേനിയസിലേക്കാണ് R2 തിരിച്ചിടുന്നതെങ്കിൽ, അതായത് നമ്മൾ ഇൻസ്റ്റന്റേനിയസിലേക്കാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ ടൈമറിൽ നമ്മൾ അത് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് R2നെ ടൈംഡോ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസിലോ ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ടൈംഡിലേക്കാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ടൈമിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, സെറ്റ് ചെയ്ത ടൈം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ റിലേ ഓൺ ആവുന്നത്. അതിൻ്റെ ഇപ്പം ആ ടൈം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ റിലേയുടെ ഔട്ട് ചേഞ്ച് ഓവർ ആവുന്നത്. അതേ സമയത്ത് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആണ് ഇട്ടേക്കുന്നതെങ്കിൽ കോയിലേക്ക്, അതായത് ടൈമറിൻ്റെ കോയിലേക്ക് സപ്ലൈ കിട്ടുമ്പോൾ തന്നെ R2ൻ്റെ ഔട്ടും ചേഞ്ച് ഓവർ ആവും, അതായത് R2 ഓൺ ആവും. അതിനുശേഷം അത് പിന്നെ ഈ നമ്മൾ സെറ്റ് ചെയ്ത ടൈമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് നമ്മുടെ ഈ കോയിലേക്കുള്ള സപ്ലൈയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. കോയിലേക്ക് സപ്ലൈ കിട്ടുമ്പോൾ തന്നെ അത് ഓൺ ആവും. കോയിലേക്ക് സപ്ലൈ നമ്മൾ എപ്പം വിച്ഛേദിക്കുന്നു അത് ഡീആക്ടിവേറ്റ് ആവും, അല്ലെങ്കിൽ അത് ഓഫ് ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമറിൻ്റെ ഒരു ജനറലി നമ്മളൊരു മൾട്ടി ഫംഗ്ഷൻ ടൈമറിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് പല ടൈപ്പ്, നമ്മൾ വേറെയും കുറേ ഫംഗ്ഷനാലിറ്റീസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനാണ്, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനാണ് പറഞ്ഞത്, പവർ ഓൺ ഡിലേ മാത്രമാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്തുള്ള ഫംഗ്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം.